ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തെ അടിച്ച ആളുകൾ ഇപ്പോഴും അവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ, അവർ ശരിക്കും പറഞ്ഞ വലിയ ക്രിമിനലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ഉപദ്രവിച്ച ആളുകളൊക്കെ അവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുണ്ട് അവിടെ. പിന്നെ എന്ന് പറഞ്ഞാൽ ചില സ്റ്റാഫുകളൊക്കെ ചെറിയ പ്രശ്നക്കാരുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോ ആ പ്രശ്നം ഉണ്ടാക്കിയ ആളെ മാറ്റി നിർത്തേണ്ട ആയിരുന്നില്ലേ? അങ്ങനെ അത്രയും വലിയൊരു പ്രശ്നക്കാരനല്ലേനും, എന്നാലും ഓനെ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാഫിനെ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ അടുത്ത് ഫുൾ രേഖകൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇത് ഇനി സംസാരിക്കില്ല, ഇനി ഇതിനെ കുറിച്ച് സംസാരിക്കില്ല എഴുതി വാങ്ങി. അപ്പൊ അവന്റെ വായ അടച്ചില്ലേ? അടച്ചു. അപ്പൊ അത് ശരിയാണോ? അല്ല, കൊള്ളയടിക്കുന്നുണ്ടോ ഹോട്ടലുകൾ? ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഇവിടെ അടുത്തിവിടെ ഈ കുറ്റിപ്പുറത്തൊരു ഹോട്ടല് വിഷയങ്ങൾ ഉണ്ടായത്. ഒരു അടി കിട്ടിയവർക്ക് ഒരു നീതി കിട്ടിയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നമ്മളത് അന്നേ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങളിലൊക്കെ. ഈ അടി കിട്ടിയ ആള് സമൂഹത്തിന് മുന്നിൽ ഇപ്പോഴും കള്ളുകൂടിയനാ. അതിപ്പോ ആയിപ്പോയി അങ്ങനെ, കാരണം അയാളുടെ മുദ്ര കുത്തിപ്പോയി. ഇപ്പൊ ഞങ്ങളവിടെ പോയിട്ട് സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഓല് നമ്മളോട് കാളാഞ്ചി എടുക്ക് നമ്മള് ഒരു സാധനം ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ നെണ്ട് റോസ്റ്റ് ആണ് പറഞ്ഞത്. അപ്പൊ ഓല് നമ്മളോട് നിർബന്ധിച്ച് കാളാഞ്ചി എടുക്കൂ പറഞ്ഞ് നമ്മളെ മനസ്സ് മാറ്റിയിട്ട് നമുക്ക് അവിടെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത രീതിയിലാണ് അവിടെ പെരുമാറുന്നത്. നിയമങ്ങൾ നിലവിലുണ്ട് സാർ, നിയമങ്ങളുടെ കുറവല്ല ഇവിടെ, അത് നടപ്പാക്കുന്നതിലുള്ള പ്രശ്നം. അപ്പൊ അവരെന്തോ ഇവരുമായി ബന്ധപ്പെടുന്നുണ്ട്, മനസ്സിലായോ? അതായത് ഇവരുമായി ഇല്ലീഗലായിട്ടുള്ള ഇടപാടുകൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ട്. ഇതിനേക്കാളും വലിയ വിഷയങ്ങൾ വേറെയുണ്ട്, മനസ്സിലായില്ലേ? ഇതല്ല വിഷയം. ആദ്യം പറയാ ഈ 100 റുപ്യ പറഞ്ഞിട്ട് പിന്നെ ബില്ല് ചെയ്യുമ്പോ 200 ആക്കണ ശരിയല്ലല്ലോ. സാധാരണ ആളുകൾ കടയിൽ കയറി പണം വലിയ രീതിയിലേക്ക് ബില്ല് വരുന്ന സമയത്ത് അവര് ശരിക്കും ഞെട്ടിപ്പോകാറുണ്ട്. ഇവിടെ തന്നെ ചായക്ക് ഈ കടയിൽ 10 രൂപ, അപ്പുറത്തെ കടയിൽ 15 രൂപ, അതിന്റെ അങ്ങേപ്പുറത്ത് 12 രൂപയാണ്. അപ്പൊ ഇതന്നെ ഒരു നിശ്ചിത ഒരു ഇതില്ലല്ലോ, ഇവര് കൂട്ടായ്മയായിട്ടൊരു നിശ്ചിത ഇത് വെക്കണ്ടേ? കുറ്റിപ്പുറത്തെ മോശമാക്കി നിങ്ങൾ പറയുമ്പോൾ കുറ്റിപ്പുറത്തെ മോശമാക്കുന്ന രീതിയിലേക്കുള്ള സംഭവങ്ങൾ അവിടെ നടക്കുമ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതാണ്. എന്നോട് ചോദ്യം ചെയ്ത അതേപോലെ. അപ്പൊ ഇനി അടി പ്രതീക്ഷിക്കാം? ഒരിക്കലും ഇല്ല, ഇനി അങ്ങനെ പ്രതീക്ഷ ഉണ്ടാവും. അതേ സ്റ്റാഫ് അവിടെ ജോലി ചെയ്യാണ്. അത് അങ്ങനെ പിരിച്ചുകൊണ്ട് 2 കൂട്ടർ സംസാരിച്ച് തീർന്ന കാര്യങ്ങളാണ്. നമസ്കാരം, പീപ്പിൾസ് കേരളയിലേക്ക്. കേരളത്തിലെ പല ഹോട്ടലും നാടൻ ഭക്ഷണത്തിന്റെ പേരിൽ കൊള്ളയടിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങളെ പോക്കറ്റടിക്കുന്ന ഇത്തരം സമ്പ്രദായം എന്നോ നിർത്തലാക്കേണ്ടിയിരിക്കുന്നു. തോന്നിവാസം പോലെയാണ് വില ഈടാക്കുന്നത്, തോന്നിവാസം പോലെയാണ് ജനങ്ങളെ കൊള്ളയടിക്കുന്നത്. പല ഹോട്ടലുകളിലും ഭക്ഷണം കഴിച്ച് ബില്ല് നോക്കുമ്പോഴാണ് ഷോക്ക് അടിക്കുന്നത്. ഇത്തരം രീതി ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. കുറ്റിപ്പുറത്തെ ചോറും മീനും ഹോട്ടലിൽ ഈ വിലയെ ചൊല്ലിയുള്ള തർക്കമാണ് അടിയിൽ കലാശിച്ചത്. എല്ലാ ഹോട്ടലുകളിലും വില നിലവാര പട്ടിക പ്രദർശിപ്പിക്കേണ്ടതല്ലേ? ഇനി ജനങ്ങൾ പറയട്ടെ. എൻ്റെ മോൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, സപ്ലൈ പണി. ഒരു കുഴപ്പമില്ല അവിടെ. സാധാരണ ഭക്ഷണം, നല്ല ഭക്ഷണം, വലിയ അറിവില്ല, ഒരു കുഴപ്പമില്ല. എൻ്റെ സ്നേഹിത അവിടെ പണിയെടുക്കുന്നുണ്ട്, മീൻ പൊരിക്കുന്നുണ്ട്, അവൻ്റെ ഭാര്യ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളറിയുന്ന ഒരുപാട് സ്റ്റാഫുകളുണ്ട് അവിടെ, ഒരു കുഴപ്പമില്ല. അവിടെ നിൽക്കുന്ന അലിഗേഷൻസ് എന്ന് പറയുന്നത് വരുന്ന ആളുകളെ ഉപദ്രവിച്ചു എന്നുള്ള സാധനമാണ്. ആ ഉപദ്രവിച്ച ആളുകളൊക്കെ അവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുണ്ട് അവിടെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അത്തരം രീതിയിലേക്ക് ഒരാളെ ഉപദ്രവിക്കുന്ന രീതി ഉണ്ടാകുമ്പോൾ ആ ഒരു ആളൊന്ന് മാറ്റി നിർത്തേണ്ടതല്ലേ ശരിക്കും? അത്തരം ജനങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ ആളെ മാറ്റി നിർത്താൻ എന്ന് പറഞ്ഞാൽ അവിടെ ആ സ്ഥാപനം തുടങ്ങുമ്പോഴുള്ള ജോലിക്കാരാണ്. അപ്പോൾ അത് ഓർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്, അതുകൊണ്ട് ഓരോ മാറ്റാൻ പറ്റൂല. അപ്പോൾ വീണ്ടും ഒരു അടി ഉണ്ടാവുന്ന സമയത്ത് വീണ്ടും അവർ ന്യായീകരിച്ച് അല്ലെങ്കിൽ അവർ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോയാൽ എന്താണ് അതിനുള്ള പ്രതികരിക്കും, അതിനെ തരണം ചെയ്യും. ആ സ്ഥാപനം അവിടെ നിലനിർത്തും. എന്ത് വില കൊടുത്തും ഞങ്ങൾ അത് നിലനിർത്തും. അതെ, അതാണ് എന്ത് വില കൊടുത്തും നിർത്തും. എന്താ വെച്ചാൽ ഞങ്ങൾ കുറ്റിപ്പുറത്തുള്ള ഒരു സ്ഥാപനമാണ്, നല്ല നിലയിൽ പോണാണ്. എന്ത് നില കൊടുത്തും ഞങ്ങൾ നിലനിർത്തും. ആരും അതിനെ എതിർക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നിങ്ങൾ തന്നെ പറയാണ്, പ്രശ്നങ്ങൾ കണ്ടാൽ ഞങ്ങൾ എതിർക്കും. ആര് പ്രശ്നം? നിങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എതിർക്കേണ്ട വിഷയങ്ങൾ എതിർക്കും. അല്ല, ഞങ്ങൾ അത് സോൾവ് ചെയ്തിട്ട് ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് ഞാൻ പറഞ്ഞത്. നാട്ടുകാരൻ എന്ന രീതിയിൽ എൻ്റെ അഭിപ്രായം. അതിനെന്ത് വില കൊടുത്തും ആ സ്ഥാപനം ഞങ്ങൾ നിലനിർത്തും. അല്ല, അതിലൊരു ചെറിയ ക്ലാരിറ്റി വ്യത്യാസമുണ്ട്. അതായത് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയുന്നത് ഓക്കെ, അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ ഇടപെട്ട് ക്ലിയർ ആക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയേണ്ട വിഷയമല്ലേ? ഞങ്ങൾ തരണം ചെയ്യും, പ്രശ്നങ്ങൾ ഞങ്ങൾ സോൾവ് ചെയ്യും. അപ്പൊ അവിടെ വീണ്ടും പ്രശ്നം ഉണ്ടാവുന്ന അവിടെ എല്ലാം ക്ലിയർ ആണ്, അവിടുത്തെ എല്ലാവരും കൈ ക്ലിയർ ആണ്. അല്ല, ഞാൻ ചോദിക്കുന്നതേ, നിങ്ങൾ പറയുന്നത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ എന്നുള്ള നിലക്ക് അതിനെ വീണ്ടും തരണം ചെയ്ത് ഞങ്ങൾ നിർത്തും എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയുമോ?
പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതെന്തായാലും ഉണ്ടാവും. ഏതൊരു സ്ഥാപനമായാലും പ്രശ്നം ഉണ്ടാവൂലേ? അല്ല എനിക്കറിയില്ല. നിങ്ങൾ പറയണം. സ്ഥാപനങ്ങളിൽ പ്രശ്നം ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നില്ല. അതെ, സ്ഥാപനങ്ങളിൽ പ്രശ്നം ഉണ്ടാവരുതെന്ന് ഞാൻ പറയാം. സ്ഥാപനങ്ങൾ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ എത്ര പേര് ജോലി കൊടുക്കല്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ ചില സ്റ്റാഫുകളൊക്കെ ചെറിയ പ്രശ്നക്കാരൊക്കെ ഉണ്ട്. എന്നാലും നമ്മളെ ക്ലിയർ ചെയ്തിട്ട് ഞാൻ അറിയുന്നൊരു നമ്മളെ സ്നേഹിതനാണ്. അതുകൊണ്ട് ഞങ്ങളൊരു ഉപദേശം കൊടുത്ത് ആ സ്ഥാപനം മുന്നോട്ട് പോട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രശ്നക്കാരുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോ ആ പ്രശ്നം ഉണ്ടാക്കിയ ആളെ മാറ്റി നിർത്തേണ്ട ആയിരുന്നില്ലേ? അങ്ങനെ അത്രയും വലിയൊരു പ്രശ്നക്കാരനല്ലേനും. എന്നാലും ഓനെ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാഫിനെ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വിട്ടിട്ടില്ല. പറഞ്ഞു വിട്ടിട്ടില്ല. എന്നാലും പറഞ്ഞു വിടാൻ പറ്റൂല. അവനെ മാറ്റി നിർത്തിക്കണ ഞങ്ങള്. പറഞ്ഞു വിടാൻ പറ്റും. എവിടുന്ന് മാറ്റി നിർത്തി? ഹോട്ടലിൽ നിന്ന് മാറ്റി നിർത്തിയോ? ഹോട്ടലിൽ തൽക്കാലം മാറ്റി നിർത്തിക്കണേ. നമ്മള് ഒരു സ്ഥാപനത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളിന്ന് പോയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ ആ സ്ഥാപനത്തിലുള്ളവരെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നത്തിന് ഓല് അടിക്കും പിടിക്കും നിൽക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ആക്കേണ്ടടുത്ത് ഇങ്ങനെ ഒരു തല്ലും പ്രശ്നത്തിന് പോകുന്നത് നല്ലതാണില്ല എന്ന് എൻ്റെ ഒരു തീരുമാനം. അതിനെ നമ്മള് അവരെ ഗസ്റ്റ് ആയിട്ട് പോവാ. നമ്മളവിടെ പോയിട്ട് നമുക്ക് പറ്റാത്ത ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് അവര് പറഞ്ഞ് അംഗീകരിച്ച് അവര് കാര്യങ്ങൾ സോൾവ് ആക്കണം. നമ്മളിത് പോയിട്ട് പ്രശ്നം പറയുമ്പോൾ ഓല് അതിന് പ്രതികരിച്ച് അതൊരു കൂട്ടത്തല്ലായിട്ട് സ്ഥാപനത്തിൽ പേരുദോഷം ഉണ്ടാക്കുന്നത് നല്ല കാര്യമല്ലെന്ന്. ഓക്കെ, അത് സംഭവിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തു? ആ വീഡിയോ കണ്ടു. അതേ സ്റ്റാഫ് വീണ്ടും ഇന്നും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് ശരിയാണോ? ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതന്നെ പറഞ്ഞ് നമ്മള് ആ സ്ഥാപനത്തിൽ എല്ലാ നിലത്തും ഒറ്റ ദിവസം കൊണ്ട് ആ സ്ഥാപനത്തിൽ പേരുദോഷം വരാനുള്ള കാരണം ഈ ഒരു പറഞ്ഞ ചെറിയ പ്രശ്നമാണ്. ഈ ചെറിയ പ്രശ്നം എത്ര പേര് മീഡിയ ആയിട്ടും പല രീതിയിലായിട്ടും നെഗറ്റീവായിട്ടും വീഡിയോ എടുത്ത് ഇറക്കിയിട്ടുണ്ട്. കാരണം അവരന്ന് അവിടെ പ്രതിരോധിച്ച് നല്ല രീതിയിൽ മുന്നേറേണ്ടടുത്ത് അവരവിടെ നമ്മളോട് ആരുടെ അഭിപ്രായം അറിയാതെ പോലെ അവിടെ നിന്ന് അതിന് അനുസരിച്ച് പ്രതികാരം വീട്ടുകയും അപ്പൊ അത് ആ സ്ഥാപനത്തിന് ഒരു പേരുദോഷത്തിന് കാരണമാക്കി. വിലവിവര പട്ടിക ശരിക്കും അവിടെ പ്രദർശിപ്പിക്കേണ്ടല്ലേ? എല്ലാ സ്ഥാപനത്തിലും, ഈ ചോറും മീനും അല്ല, എല്ലാ സ്ഥാപനത്തിലും വിലവിവര പട്ടിക കൃത്യമായിട്ട് അങ്ങനത്തെ ഒരു നിയമം വരണ്ടേ? ഞാനും ഞാൻ പറയാൻ വിജയിക്കുന്നില്ല. ഞാനും ഈ തല്ലുണ്ടാവുന്നതിന് ഒരാഴ്ച മുമ്പേ ഞാനും എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും അതുപോലെ 2 താത്താനും കുട്ടികളും പോയി. അപ്പൊ ഞങ്ങളവിടെ പോയിട്ട് സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഓല് നമ്മളോട് കാളാഞ്ചി എടുക്ക് നമ്മൾ ഒരു സാധനം ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ നെണ്ട് റോസ്റ്റ് ആണ് പറഞ്ഞത്. അപ്പൊ ഓല് നമ്മളോട് നിർബന്ധിച്ച് കാളാഞ്ചി എടുക്കൂ പറഞ്ഞ് നമ്മളെ മനസ്സ് മാറ്റിയിട്ട് ഓല ആ സാധനം എടുപ്പിക്കാനുള്ള ഇതുണ്ട്. നമുക്കവിടെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത രീതിയിലാണ് അവിടെ പെരുമാറുന്നത്. ലാസ്റ്റ് ബില്ല് കൂടിയമായി തോന്നിയോ കുറഞ്ഞമായി തോന്നിയോ? ബില്ല് പറഞ്ഞാൽ ഞങ്ങളന്ന് പോയപ്പോൾ 1200 കാളാഞ്ചിക്ക് വന്നത്. അതിപ്പോ എനിക്കറിയില്ല വില കൂടിയതാണോ മാർക്കറ്റിംഗ് വില ഒന്നും എനിക്കറിയില്ല. അനീഷ്, ഈ അടി കൊണ്ട വ്യക്തി നമ്മൾ സമീപിച്ചപ്പോൾ അടി കൊണ്ട വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇതിനെതിരെ സംസാരിക്കുന്നതിന് എഴുതി വാങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ട്. എന്താണ് ഈ അനീഷ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? അത് ശരിയായ രീതിയല്ല. കാര്യം ഇയാൾക്ക് അടിയും കിട്ടി പുറം ലോകം മുഴുവൻ കണ്ടതാണ്. എന്നിട്ട് ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ പാടില്ല എന്ന് ഇദ്ദേഹത്തോട് തന്നെ നിയമപാലകരെ കൊണ്ട് എഴുതി വാങ്ങിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഇദ്ദേഹം കള്ളുകുടിയനായിട്ട് ഇന്നും പ്രചരിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഉണ്ടാകുന്ന മാനനഷ്ടം വേറെയാണ്. അതെ ശരിയാണ്. കാര്യം ഇത് അദ്ദേഹം ചോദിച്ചത് ശരിക്കും 100 രൂപ കൂടിയത് റേറ്റ് ചോദിച്ചപ്പോഴാണ് ഈ അടിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത്. ഇദ്ദേഹത്തിന് കിട്ടിയ ഇടിയും കിട്ടി. ഇപ്പം ഇദ്ദേഹത്തിന് പുറം ലോകത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അത് ശരിയായ രീതിയല്ല. അതിനൊരു ഇത്തരം സംവിധാനം ഇങ്ങനെ വന്നാൽ ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തെ അടിച്ച ആളുകൾ ഇപ്പോഴും അവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തന്നെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരാളെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞ വലിയ ക്രിമിനലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പം ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന വസ്തുത എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവർ തുറന്ന് പറയണം. ആ വ്യക്തിയോട് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് അദ്ദേഹം പറയാൻ പാടില്ല എന്ന് എഴുതി പോലീസിന്റെ അടുത്ത് എഴുതി കൊടുപ്പിച്ചിട്ടുണ്ടെന്നാണ്. എല്ലാ ഹോട്ടലുകളിലും വിലവര പട്ടിക നിർബന്ധമാണ്. ഉണ്ടോന്നുള്ളത് പരിശോധിക്കണം. പല ഹോട്ടലിലും പോകുന്ന സമയത്ത് ഈ കൊള്ളയടിക്കുന്ന രീതിയിലേക്കുള്ള ബില്ലുകൾ വരാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതല്ല ഇവിടെ കുറ്റിപ്പുറത്ത് ഇപ്പൊ ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടുള്ള അവിടെ വിഷയങ്ങൾ ഉണ്ടായത്. അപ്പൊ അത് നിയമപാലകരാണ് നോക്കേണ്ടത്. നമുക്ക് പുറത്തിങ്ങനെ പറയാനേ കഴിയുള്ളൂ. അല്ല, കൊള്ളയടിക്കുന്നുണ്ടോ ഹോട്ടലുകൾ? ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഇവിടെ ഈ കുറ്റിപ്പുറത്തൊരു ഹോട്ടല് വിഷയങ്ങൾ ഉണ്ടായത്. അത്തരം രീതിയിലേക്ക് അടിച്ചുവിടുന്ന രീതി, അത് ഈ ഒരു വില ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അടിപിടി ഉണ്ടാവുന്ന രീതി വരെ, അതൊക്കെ വളരെ ചെറിയ നൈസായിട്ട് തീർക്കേണ്ട വിഷയങ്ങളല്ലേ? തീർച്ചയായിട്ടും ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അത് നിയമപാലകരെ അറിയിക്കേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനെ ഹോട്ടലിൽ വന്ന് പുറത്തുള്ള ആളുകൾ ഇങ്ങനെ ഗുണ്ടായുസം കാണിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ അത് ഹോട്ടൽ മാനേജ്മെന്റ് തന്നെ ഒരു കയ്യേറ്റത്തിലേക്ക് പോവാന്ന് പറഞ്ഞത് അതൊരു ശരിയായ നടപടിയല്ല.
ഇന്ന് ആ ഹോട്ടലിൽ അതേ അടിച്ച സ്റ്റാഫ് വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? എത്രത്തോളം വെല്ലുവിളിയാണ് അടിച്ച ആൾക്ക്? അത് അവരെ സാമ്പത്തിക ഒരു സ്രോതസ്സാണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമപാലകരൊക്കെ അവരെ കീഴിലുള്ളമാതിരിയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഒരു അടി കിട്ടിയവർക്ക് ഒരു നീതി കിട്ടിയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നമ്മളത് അന്നേ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങളിലൊക്കെ. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അത് ശരിക്കും പ്രതികരിച്ച ഒരാളാണ് ഞാൻ. അതിൻ്റെ പേരിൽ നമ്മളെ കുറേ ആളുകളൊക്കെ വിളിച്ച് ഭീഷണി കാര്യങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ നമുക്കതൊന്നും ഒരു പുത്തിരിയല്ല, അത് വേറെ വിഷയം. ഭീഷണി ഉണ്ടോ നിങ്ങൾക്ക്? നമുക്ക് പേടിയൊന്നുമില്ല. എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്? വീഡിയോ അല്ലേ, നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പലതിനും കമന്റ് ചെയ്തതിന്റെ പേരിലൊക്കെ പല ആളുകളൊന്നും ഞാൻ വീഡിയോ ചെയ്ത് എന്തായിരിക്കും അവസ്ഥ? വീഡിയോ ചെയ്ത് അങ്ങനത്തെ പ്രശ്നമൊന്നും നമുക്കില്ല. നമുക്ക് എന്ത് ഒറ്റ തവണ മാത്രമേ ഭീഷണി മുഴക്കുള്ളൂ. നമ്മളെ നേരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കും. അത് അങ്ങനെ തന്നെ ആ രീതിയിൽ തന്നെ പ്രതികരിക്കും. അതിനെ പറ്റിയിട്ട് ഇപ്പൊ ഞാൻ തന്നെ ഫുൾ ഓപ്പൺ ആയിട്ട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം പലവർക്കും പല അഭിപ്രായം. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ അടിച്ച ആള് ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. സാമാന്യ മര്യാദക്ക് എന്ത് ചെയ്യണം? ആ അടി കിട്ടിയ ആളോടുള്ള മര്യാദയ്ക്ക് വേണ്ടി അവരെ മാറ്റി നിർത്തണം. ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ അടി കിട്ടിയവൻ എന്തായി? ആസായി. എന്താ പറയാ? അതിപ്പോ ഈ അടി കൊണ്ടവനക്ക് ഒബ്ജക്ഷൻ ഇല്ലല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ അവനവിടെ നിൽക്കൂലല്ലോ. പറഞ്ഞാൽ മനസ്സിലായില്ല. ഒരു എന്റെ അടുത്ത് ഫുൾ രേഖകൾ എന്റെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇത് ഇനി സംസാരിക്കില്ല, ഇനി ഇതിനെ കുറിച്ച് സംസാരിക്കില്ല എഴുതി വാങ്ങി. അപ്പൊ അവന്റെ വായ അടച്ചില്ലേ? അടച്ചു. അപ്പൊ അത് ശരിയാണോ? ശരിയാണോ വെച്ചാൽ അത് നിയമവും ഈ വ്യക്തിയും തമ്മിൽ പോരാടേണ്ട കാര്യമാണ് അല്ലേ? അല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട സമയത്ത് ഞാനൊരു കാര്യം പറയാം. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം നമ്മൾ തമ്മിൽ സോൾവ് ആയി. ഇനി അതിനെ പറ്റിയിട്ട് ഒരു പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആള് ജോലി ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് പിന്നെ അതിന് ഈ ആൾക്കും കൂടി ഒരു അല്ലെങ്കിൽ കോംപ്രമൈസിൽ പറയണം. ഇയാളെ നിങ്ങൾ ഇവിടുന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഭാഗം ന്യായീകരിക്കാൻ വന്ന ആളല്ല. ആരെയും ഭാഗം ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, നിങ്ങൾ പറഞ്ഞ അതിന്റെ രേഖകൾ നിങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് അല്ല, എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പോലെ ഇതേമാതിരിതായിട്ട് ഓരോരുത്തർ വന്ന് വിട്ടതിന്റെയാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇതില് നല്ലതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ് ഇക്കനോട്. അതായത് ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്, ഞങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഈ അടി കിട്ടിയ ആളുടെ കയ്യിൽ നിന്ന്, അദ്ദേഹം ദുബായിലൊക്കെ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ മേലൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് എഴുതി സ്റ്റാമ്പ് പേപ്പറിൽ വാങ്ങിച്ചു ഒപ്പിട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയായിപ്പോയി. ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, പബ്ലിക്, നാട്ടുകാർ മൊത്തം ഈ വീഡിയോ കണ്ടതാ, ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ആളുകൾ കണ്ടതാ. ഇതേ സമയത്ത് ആ അടിച്ച ആളൊന്ന് മാറ്റി നിർത്തേണ്ടല്ലേ? താൽക്കാലം മാറ്റൊന്ന് നിർത്തിയാൽ നല്ലതാണ്. ജനങ്ങളെ ബോധിപ്പിക്കാനെങ്കിലും ചെയ്യേണ്ടതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ. കാരണം അതിന് മറ്റൊരാൾക്കുള്ള ഇത് വേണം. ആര് താൽക്കാലികമായിട്ട് ഇയാളൊന്ന് മാറ്റി നിർത്താനില്ല. ഏതായാലും ഇതൊക്കെ ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ഒരു കയറ്റാവുമ്പോൾ ഒരു ഇറക്കാം. ഇതിന് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഇതിന്റെ പിന്നിൽ എന്ന് വെച്ചാൽ മറ്റുള്ള പല പ്രശ്നങ്ങളുണ്ട്. എങ്ങനെ ഇതിങ്ങനെ വളർന്നു വരുന്നതിന്റെ ഈ പ്രസ്ഥാനം വളർന്നു വരുമ്പോൾ അതിനെ അടിച്ചമർത്തുക അല്ലെങ്കിൽ താവുക എന്നുള്ള നല്ലൊരു നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. മനസ്സിലായില്ലേ? ഞാനതാ പറഞ്ഞ. കാരണം ഇതിൽ ഞാനിതായിട്ട് ഓരോന്നും ഇതുപോലുള്ളത് പിടിച്ചു വെച്ചത് എൻ്റെ അടുത്ത് മൂന്നാലിനുണ്ട്. അത് രാഷ്ട്രീയക്കാരനെയാണ് എന്ത് ഇയാള് മദ്യപാനാണ് എന്ന് പറഞ്ഞത്. അവരെന്നെയാണ് പറയണത് എന്ത് അവർ യാതൊരു പ്രശ്നക്കാരല്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ശരിക്കും ഇതിൽ ഈ ഒരു വിഷയത്തിൽ കളിച്ചോ? ഇനി കളിച്ചാലും രാഷ്ട്രീയക്കാർ കളിച്ചാലും ആ വ്യക്തിക്ക് ഇത് ഒരു പ്രശ്നം ഉണ്ടാക്കിയ വ്യക്തി ഉണ്ടല്ലോ, അവരെത്ര ആളാ? എഴുതി വാങ്ങിയാൽ ദുബായിൽ പോകുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് കേസ് വരും, ഈ പ്രശ്നങ്ങൾ വരും എന്ന് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല. പൊതുജനങ്ങൾ വീണ്ടും വെള്ള പൂശിക്കൊണ്ടിരിക്കുക. അദ്ദേഹം സമൂഹത്തിന് മുന്നിൽ, ഒരു മിനിറ്റ്, അദ്ദേഹം സമൂഹത്തിന് മുന്നിൽ ഈ അടി കിട്ടിയ ആള് സമൂഹത്തിന് മുന്നിൽ ഇപ്പോഴും കള്ളുകൂടിയനാ. അതിപ്പോ ആയിപ്പോയി അങ്ങനെ. കാരണം അയാളുടെ മുദ്ര കുത്തിപ്പോയി. നിയമം നിലവിലുണ്ടല്ലോ, അത് നടപ്പാക്കിയാൽ മതിയല്ലോ. നിലവിൽ നിയമമുണ്ട്, പുതിയ നിയമമൊന്നും കൊണ്ടുവരണ്ട. അതെ, അധികാരികളുടെ വീഴ്ച. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഈ അധികാരികളാണല്ലോ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുന്ന നിർബന്ധമായിട്ട് വേണം. മനസ്സിലായോ? അതിനകത്ത് ഒരുപാട് ഇഷ്യൂസ് വരുന്നതാണ്. ഇപ്പോ എന്തിനു പറയുന്നു, ഇവിടെ ചോറും മീനും അറിയാലോ. അതെ, അവിടെ വരെ ഈ വില എന്താണെന്ന് അറിയാത്ത രീതിയിൽ. അവിടെ ഭക്ഷണത്തിന്റെ വില കൃത്യമായിട്ട് പറയുന്നുണ്ട്. ചോറിന് 70 രൂപയാണ്. അതിന് യാതൊരു മാറ്റവും ഇല്ല. മത്സ്യം എടുക്കുന്നതാരാ? അല്ല, പറയട്ടെ, മത്സ്യം എടുക്കുന്നതാരാ? അത് കഴിക്കാനായിട്ട് ആഗ്രഹിച്ച് വരുന്നവരാണ്. പ്രത്യേകിച്ച് മത്സ്യത്തിന് വില കൂടുതലാണ്. അതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് വില കൂടുതലുണ്ടാവും. അത് അറിഞ്ഞുകൊണ്ട് തന്നെ വരുന്നത്. 1000-ന്റെ ഉണ്ട്, 2000-ന്റെ ഉണ്ട്. അത് കപ്പിൾസ് വരുന്നുണ്ട്, ഫാമിലി വരുന്നുണ്ട്, സെലിബ്രേഷനുകൾ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടുള്ളതാണ്. അതിന്റെ സ്ഥാപനത്തെ മൊത്തം അടിച്ചാക്ഷേപിച്ചിട്ട് കാര്യമില്ല. പിന്നെ നൂറുകണക്കിന് തൊഴിലാളികൾ അവിടെ വിവര പട്ടിക പ്രദർശിപ്പിക്കാത്തതുകൊണ്ടല്ല. അതാരുടെ കുറ്റം? അധികാരികളുടെ കുറ്റം. അവർ ചെയ്യണം. നിലവിൽ നമുക്ക് ഫുഡ് ഇൻസ്പെക്ടർമാരുണ്ട്, ഇല്ലേ? അതുപോലെ ആരോഗ്യ വകുപ്പുണ്ട്.
അതുപോലെ ബന്ധപ്പെട്ട മറ്റ് പിന്നെ എന്താ പറയുക ആദായ നികുതി വകുപ്പുകളുണ്ട്, പിന്നെ നമ്മുടെ എന്താണ് അളവ് തൂക്ക വിഭാഗങ്ങളുണ്ട്. എല്ലാവരും സജീവമാവണം, പ്രത്യേകിച്ച് ഓണക്കാലാണ്. അപ്പോൾ അത് അധികാരികളുടെ വീഴ്ച. അതിന് ഹോട്ടൽ ഉടമയും അതുപോലെ കുറ്റിപ്പുറത്തേരും മറ്റും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ കുറ്റപ്പെടുത്തിയല്ല, ഇത്തരം രീതിയിലേക്കുള്ള നിയമങ്ങൾ വരേണ്ടതല്ലേ? നിയമങ്ങൾ നിലവിലുണ്ട് സാർ. നിയമങ്ങളുടെ കുറവല്ല ഇവിടെ, അത് നടപ്പാക്കുന്നതിലുള്ള പ്രശ്നം. അപ്പം അവരെന്തോ ഇവരുമായി ബന്ധപ്പെടുന്നുണ്ട്, മനസ്സിലായോ? അതായത് ഇവരുമായി ഇല്ലീഗലായിട്ടുള്ള ഇടപാടുകൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ട്. ഇതിനേക്കാളും വലിയ വിഷയങ്ങൾ വേറെയുണ്ട്, മനസ്സിലായില്ലേ? ഇതല്ല വിഷയം. കുറ്റിപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വിവിധ മേഖലകളിൽ വിവിധ വിഷയങ്ങൾ നിലനിൽക്കും. ഇത് ടാർഗറ്റ് ചെയ്തിട്ട്, ഒരു സ്ഥാപനത്തെ ടാർഗറ്റ് ചെയ്തിട്ട് അത് അങ്ങോട്ട് നിഷ്പ്രഭമാക്കാനുള്ള ഒരു ശ്രമമാണ്. അത് കുറ്റിപ്പുറത്തേർ അംഗീകരിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ഥാപനത്തെ മോശമാക്കിയത് നിങ്ങളോ ഞാനോ അല്ല, അവിടെ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് സ്ഥാപനത്തെ മോശമാക്കി. അല്ല പിന്നെ ഇഷ്യൂ സാർ ഒരു മിനിറ്റ്, താങ്കൾ പറഞ്ഞൊരു വിഷയമുണ്ട്. 200 രൂപയുടെ ചോദിച്ച സമയത്ത് 200 രൂപ, ബില്ലിട്ടത് 300 രൂപ എന്ന്. ഈ ഒരു മിനിറ്റ് പറയട്ടെ, നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, അത്തരം രീതിയിലേക്ക് ചെറിയ രീതിയിലേക്ക് സംസാരിച്ച് ക്ലിയർ ആക്കേണ്ട ഒരു വിഷയം ഇത്രയും വലിയ രീതിയിലേക്കൊക്കെ അവിടുത്തെ പെരുമാറ്റമാണ്. അല്ലാതെ CCTV ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവില്ലേ തുടക്കം എങ്ങനെയാന്നുള്ളത്? വളരെ വ്യക്തല്ലേ? കസ്റ്റമർ ഈസ് കിങ് ആണ്. കസ്റ്റമർ ഈസ് കിങ്. ഓക്കെ, ദൈവമാണ്, തമ്പുരാനാണ്, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ അവിടെ ഇൻസിഡന്റ് തുടങ്ങുന്നത് എങ്ങനെ? വളരെ ലളിതമായിട്ടാണ് ഇൻസിഡന്റ് തുടങ്ങുന്നത്. അത് പിന്നെ എന്ത് ചെയ്തു? വലുതായി വന്നു. അപ്പൊ അവരിൽ എന്തോ പിന്നെ ആൽക്കഹോളിക്കോ അതുപോലെ വേറെന്തോ ആളുകൾ സംശയിക്കുന്നുണ്ട്. പെട്ടെന്നുള്ള എടുത്തുചാട്ടം. പിന്നെ സ്വാഭാവികമായിട്ട് അവിടെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏതാണ്ട് 10-24 മണിക്കൂർ 24 അവർ വർക്ക് ചെയ്യും. സ്ട്രെസ് ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വന്നു പോയിട്ടുണ്ടാവാം. അവര് പ്രകോപിപ്പിച്ചു, ഇവരും പ്രകോപിതരായി. പാടില്ല, അത് പാടില്ലാത്ത കാര്യം തന്നെയാണ്. കസ്റ്റമർ ഈസ് ഗോഡ്. വിനീത വിധേയനായിട്ട് നിൽക്കണം. അതൊക്കെ ഞങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, ഇവിടുത്തെ ആളുകൾക്ക് അറിയുന്നത് തന്നെ. പക്ഷെ അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അത് രമ്യമായി ഇപ്പൊ പരിഹരിക്കപ്പെട്ടു പോയി. പിന്നെ അതിനെ തുടർന്ന് ഇങ്ങനെ വ്യാപകമായിട്ട് ആ ഒരു സ്ഥാപനത്തെ ടാർഗറ്റ് ചെയ്തു പോകുന്നത് എന്തായാലും ഭൂഷണമല്ല. വില വിവര പട്ടിക താങ്കൾ തന്നെ പറഞ്ഞത് ഭൂഷണമല്ല എന്ന് പറയുമ്പോ വില എത്രയാണെന്ന് പ്രദർശിപ്പിക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായക്കാരൻ ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന വില എത്രയാണെന്ന് കൊടുക്കാത്തതിന്റെ തെറ്റാണ്. അതൊക്കെ നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കുറ്റിപ്പുറത്ത് വെച്ച് സംസാരിക്കുമ്പോൾ നേരെന്ത് ചെയ്യും? ഇത്ര ഒരു ഇൻസിഡന്റ് നിങ്ങൾ എടുത്തിട്ടു, അല്ല ഞാൻ എടുത്തിട്ടു എന്ന് വെക്കാം. അത് സ്വാഭാവികം. അതെ, അത് അവിടെ മാത്രം പോരാ, എല്ലാ സ്ഥാപനങ്ങളും. ഈ ചോറും മീനിലും മാത്രം പോരാ, ഇവിടെ വേറെ ഹോട്ടലുകളുണ്ട്, വേറെ റെസ്റ്റോറൻറ്റുകളുണ്ട്, അതുപോലെ തന്നെ തെരുവോരങ്ങളിൽ കച്ചവടങ്ങളുണ്ട്. അവിടെ ഒക്കെ പ്രദർശിപ്പിക്കണം. അത് അധികാരികളാണ് ചെയ്യേണ്ടത്. അത് അധികാരികളുടെ അടുത്ത് വന്ന വീഴ്ചയാണ്. താങ്കൾ പറഞ്ഞ പോലെ അധികാരികളും ഇവരും തമ്മിൽ വലിയ ഡീലിംഗ്, ഇല്ലീഗൽ ഡീലിംഗ് ഞങ്ങൾ സംശയിക്കുന്നു. അതാണ് ജനങ്ങൾ സംശയിക്കുന്നത്. ഇതിൽ ഞാൻ നിയമങ്ങളില്ലായിട്ടല്ല. കുറ്റിപ്പുറത്തുകാർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു സ്ഥാപനമാണ്. പിന്നെ അത് അന്ന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. അത് വലിയൊരു ഇഷ്യൂ ആക്കിയത് ചാനലുകളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റി. പക്ഷെ അതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ജീവിതം കഴിഞ്ഞു പോകുന്നുണ്ട്. അതാണ് പ്രധാനം. അംബാനി ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അംബാനി തെറ്റ് ചെയ്യട്ടെ എന്ന് പറയാമോ? ജോലി കൊടുക്കുന്നു എന്ന് വെച്ചിട്ട് ആ സാധനത്തിനൊന്നും നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമില്ല. നിയമം കയ്യിലെടുത്തതല്ല, അത് ആ ചിത്രത്തിൽ തന്നെ നമ്മൾ പലതും കാണുന്നുണ്ട്. ഒരു 100 രൂപയുടെ വിഷയമാണ്. അത് സംസാരിച്ചാൽ തീരാവുന്ന കാര്യങ്ങൾ. എന്തുകൊണ്ട് സംസാരിച്ച് തീർത്തില്ല? കയ്യാങ്കളിയിലേക്ക് എങ്ങനെ വന്നവരും അതിന് തയ്യാറായില്ല. കടയിൽ ജോലി ചെയ്ത ആൾക്കാരും തയ്യാറായില്ല. പിന്നെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരല്ലേ, അങ്ങോട്ടൊക്കെ ചെറിയ ഒരസലൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പൊ ഇനി വീണ്ടും ഒരസലുണ്ടാവട്ടെ എന്ന് പറയില്ല. ഒരിക്കലും ഇനി ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. പ്രതീക്ഷിക്കാൻ പറ്റും. അതങ്ങനെയാണ്. കാരണം ഇത് ഇത്രത്തോളം വിഷയം ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്നാണ്. അങ്ങനെയെങ്കിൽ നാട്ടുകാരെ മാനിച്ചെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാനിച്ചെങ്കിലും ആ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളെ മാറ്റി നിർത്തേണ്ടതല്ലേ? ഇരുകൂട്ടരും സംസാരിച്ച് തീർന്ന വിഷയമാണല്ലോ. ഇരുകൂട്ടരും സംസാരിച്ച് തീർന്ന വിഷയമാണ്. പക്ഷെ ആ ഒരു സ്റ്റാഫ്, ആ ഒരു അടിക്കുന്ന ആളെ വീണ്ടും അവിടെ ജോലിക്ക് വെച്ചാൽ അവന് സപ്പോർട്ട് ഉണ്ടെന്നല്ല അതിന് തെളിയിക്കാം. അതല്ല, സപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് തുല്യരാണ്. സ്ഥാപനത്തിലെ ഉടമാടില്ലാത്ത ടൈമിലായിരുന്നു ഈ സംഭവം. അപ്പൊ അതിൻ്റെതായിട്ടൊരു ഇഷ്യൂ ഉണ്ട്. ആ ഉടമാടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇഷ്യൂ അവിടെ ഒരിക്കലും നടക്കൂല, ഉറപ്പാണ്. അപ്പൊ ഇനി അടി പ്രതീക്ഷിക്കാം? ഒരിക്കലും ഇല്ല, ഇനി അങ്ങനെ പ്രതീക്ഷ ഉണ്ടാവും. സ്റ്റാഫ് അവിടെ ജോലി ചെയ്യാണ്. അല്ല, അത് അങ്ങനെ പിരിച്ചുകൊണ്ട് രണ്ടു കൂട്ടർ സംസാരിച്ച് തീർന്ന കാര്യങ്ങളാണ്. പരസ്പരം അങ്ങോട്ടും പറഞ്ഞു തീർത്തു. ഇനിയിപ്പോ അതൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. നാളെ ഇനി വേറെ ആർക്കെങ്കിലും അടി കിട്ടിയാല് ഇല്ല, ഇനി കിട്ടൂല. ഇത് കുറ്റിപ്പുറത്തേരെ വാക്കാം.
കുറ്റിപ്പുറത്തുകാർ അടി കിട്ടിയാൽ എന്ത് ചെയ്യും? ഇല്ല എന്താവും ഇനി ഒരു അടി ഉണ്ടായി കഴിഞ്ഞാൽ കുറ്റിപ്പുറത്തുകാർ എന്ത് ചെയ്യും? ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ ചെയ്താൽ എന്തുണ്ടാവും? അവിടെ ഒരു അടി ഇനി നെക്സ്റ്റ് പൊട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇല്ല ഉണ്ടാവില്ല എന്ത് ചെയ്യും? ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യും അപ്പോഴത്തെ കാര്യമില്ല. അപ്പൊ അതിനുള്ള ആക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എടുക്കും. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അതിനായിട്ടുള്ള അതിനുള്ള ആക്ഷൻ എടുക്കും. ഇനി ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. ചെറിയ കടക്കാർ, അതായത് വീട്ടിലെ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടെ കയറിയിട്ട് വലിയ രീതിയിലേക്ക് ബില്ല് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവാറുണ്ടോ? അത് വിഷമം തന്നെ. എന്തുകൊണ്ടാണ് വിഷമം ഉണ്ടാവുന്നത്? വിഷമം നമ്മൾ ബില്ല് ആദ്യം അവിടെ അവിടെ കോമ്പൗണ്ടില് അടിച്ച് പ്രിന്റ് ചെയ്ത് വെക്കണം. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അത്രയും സംഭവം? ഇത്ര രൂപ എന്നുള്ളത് ശരിക്കും മീനിനോ ഇറച്ചിക്കോ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ? ഇല്ല. മിക്കവാറും ചില ഹോട്ടലുകളിലുണ്ട്, ചിലയിടത്തുണ്ടാവില്ല, ചിലയിടത്തുണ്ടാവില്ല, അത്രയുള്ളൂ. പക്ഷേ ഇത് ചില വ്യക്തികൾ ചോദിക്കും, ചിലയിടത്ത് ചോദിക്കൂല. അപ്പോൾ അതിനുള്ള ഇഷ്യൂ ഉണ്ടാവും, വേറെ പ്രശ്നമൊന്നുമില്ല. അറിയാത്ത രീതിക്ക് വലിയ ബില്ല് വരുമ്പോൾ സങ്കടം ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിക്കുന്നത്? അത് സങ്കടം തന്നെയല്ലേ, അത് സങ്കടം തന്നെയല്ലേ. പെട്ടെന്ന് ഇപ്പോൾ ഞാനൊരു 200 രൂപ നമ്മളെ ആദ്യം റേറ്റ് ചോദിച്ചിട്ട് പെട്ടെന്ന് റേറ്റ് കൂടുതലാകുമ്പോൾ പ്രശ്നം തന്നെയല്ലേ. ശരിക്കും നിർബന്ധമാക്കണം വില നിലവാര പട്ടിക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ ആദ്യം പറയാ ഈ 100 റുപ്യ പറഞ്ഞിട്ട് പിന്നെ ബില്ല് ചെയ്തുമ്പോൾ 200 ആക്കണത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് പട്ടിക ചെയ്തേക്കണമെന്ന് പറഞ്ഞത്. നിങ്ങൾ കുറച്ച് വയസ്സുള്ള ഒരാളാണ്. ഇപ്പോ പുറത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര അന്യായ വില ഇടുന്നതായിട്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്റെ ചെറുത് ഞാനങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കൽ കുറവാണ്. എങ്കിലും ഞാൻ ചോദിക്കുന്നത്, പുറത്തെ ഭക്ഷണത്തിനൊക്കെ വലിയ വില ഈടാക്കുന്നുണ്ടോ? തോന്നിവാസം പോലെ ചില സ്ഥലങ്ങളിൽ ഈടാക്കണം. എന്ത് വില ഈടാക്കുന്നുണ്ട് കൂടുതൽ? എന്തുകൊണ്ടാണ് അങ്ങനെ വില ഈടാക്കണം? ചോദ്യം ചെയ്തിട്ടുണ്ടോ? ചോദ്യം ചെയ്തിട്ടില്ല. ഇല്ല. എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാൻ? ഒന്നുമല്ല, നമുക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. എല്ലായിടത്തും ആവശ്യമാണ്, വില നിലവാരം എല്ലായിടത്തും ആവശ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അല്ല, അത് പല സ്ഥലത്തും പല വിലയാണ്. ഒരേ സാധനത്തിന് തന്നെ പല നിലത്തിലുള്ള വിലയാണ് ഈടാക്കുന്നത്. ഒരു ഏകീകൃത വില നിലവാരം ആവശ്യമാണ് എല്ലാ സ്ഥലത്തും. സാധാരണ ആളുകൾക്ക് ശരിക്കും ഭക്ഷിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ള രീതി സർക്കാർ ചെയ്യേണ്ടതല്ലേ? തീർച്ചയായും സർക്കാർ വില നിശ്ചയിച്ചിരുന്നു തോന്നുന്നു, പക്ഷെ അതൊന്നും പ്രാബല്യത്തിലാണില്ല. ഓരോ ഹോട്ടലിന്റെയും ക്ലാസിഫിക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ വില നിലവാരം പിന്നെ ആവശ്യമാണ്. അത് പ്രദർശിപ്പിക്കണം നിയമം ഉണ്ടേനും പലയിടത്തും വേണ്ടത്ര കാര്യക്ഷമമായി പ്രദർശിപ്പിക്കുന്നില്ല. സാധാരണ രീതിയിലേക്ക് ഇപ്പോൾ 200 രൂപയുടെ 300 രൂപ ബില്ലിട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ചോറും മീനിനൊക്കെ പ്രശ്നം ഉണ്ടായത് അല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് ന്യൂസിലൊക്കെ ഉണ്ട്. അങ്ങനെ അത് അത്തരം രീതിയൊക്കെ ശരിക്കും പ്രദർശിപ്പിക്കേണ്ടതല്ലേ ശരിക്കും വില നിലവാര പട്ടിക? സാധനത്തിന് പ്രദർശിപ്പിക്കേണ്ടതാണ്, പ്രദർശിപ്പിക്കേണ്ടതിനാണ്. തീർച്ചയായിട്ടും ഒരു ആവശ്യമുള്ള സാധനം ഏത് കടയിലും ചെറുതായാലും വലുതായാലും വില നിലവാര പട്ടിക നിർബന്ധമാണ്. നിങ്ങൾ യാത്ര ചെയ്യുന്ന ആളാണോ? ആണ്. പല സ്ഥലത്തും പോയിട്ട് വലിയ രീതിയിലേക്ക് ബില്ലിടുന്ന, ഒരു അന്യായമായി ബില്ലിടുന്ന രീതിയിലേക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ചില സ്ഥലത്ത് ഈ പ്രത്യേകിച്ച് ഈ ഹൈവേയിലൊക്കെ ഉള്ള ഹോട്ടലുകളൊക്കെ യാത്രക്കാർക്ക് അനുസരിച്ചാണ് ബില്ലിടുന്നത്. ദൂരത്ത് വരുന്നവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ടൂറിസ്റ്റുകളാണ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ബില്ലിടുന്നത്. പല ടൂറിസ്റ്റ് അന്യായമായ ഒരു പരിപാടിയല്ലേ? അതെ, പാവപ്പെട്ടവന്റെ പോക്കറ്റ് അടിക്കുന്ന പരിപാടിയല്ലേ? അതെ അല്ലേ? അതെ. സംശയം ഉണ്ടോ അതിൽ? ഇല്ല. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളൊരു കടയിൽ കയറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അവർ ഇത്രയാണ് വില എന്ന് പറഞ്ഞിട്ട് അതിന് അടി ഉണ്ടാക്കുന്നത് ശരിയല്ല. നമ്മളൊരു പലചരക്കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ പഞ്ചസാര എന്താ വില, ചായപ്പൊടി എന്താ വില, മുളക് എന്താ വില, മല്ലി എന്താ വില എന്നെല്ലാം നമ്മൾ ചോദിക്കാറുണ്ട്. അതേപോലെ നമ്മൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിന്റെ വില എന്താണെന്ന് ആദ്യം ചോദിക്കുന്നതുകൊണ്ട് നമുക്കൊരു മാനക്കേടുമില്ല. അങ്ങനെ ചോദിക്കുന്ന ഒരു ശീലം ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മളിങ്ങനെ വഞ്ചിക്കപ്പെടുന്നത്. വില പട്ടിക കറക്റ്റ് കൃത്യമായിട്ട് അവിടെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരവില്ല. അല്ല, അതിന് വേറെ ഒരു കാര്യമുണ്ട്. വില വിവര പട്ടിക അവിടെ പ്രദർശിപ്പിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഈ ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്നവൻ്റെ തെറ്റോ അല്ലാന്നുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിന്റെ തെറ്റല്ല. അതിന് എന്താ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ അല്ലാന്നുണ്ടെങ്കിൽ അത് പ്രാദേശിക ഭരണകൂടത്തിന്റെ ഒക്കെ കഴിവുകേടാണ്. അത് തന്നെ പറയുന്നത്. അത്രയും രീതി വരണം എന്നാ ഞാൻ പറയുന്നത്. അത് വരണം. സാധാരണ ആളുകള് കടയിൽ കയറി പണം വലിയ രീതിയിലേക്ക് ബില്ല് വരുന്ന സമയത്ത് അവർ ശരിക്കും ഞെട്ടിപ്പോകാറുണ്ട്. അതിന് ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞ കാരണവും അതിനൊരു കാരണമാണ്. നമ്മളെ കഴിവുകേടുമാണ് അതിനൊരു കാരണം. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വില എന്താ നമ്മൾ ആദ്യം ചോദിക്കാത്ത ഒരു കാരണമാണ്. രണ്ടാമത് ഈ പ്രാദേശിക ഭരണകൂടത്തിനൊക്കെ ലൈസൻസ് കൊടുക്കുന്ന പ്രാദേശിക ഭരണകൂടത്തിന് ഇങ്ങനെ ഒരു നിങ്ങൾ വിലവിവര പട്ടിക അന്ന് വിൽക്കുന്ന സാധനങ്ങളുടെ വിലവിവര പട്ടിക എന്താണെന്നുള്ളത് എഴുതി അറിയിക്കണം എന്നുള്ള ഒരു ശക്തമായൊരു നിയമം ഉണ്ടാവണം. ഇവിടെ തന്നെ ചായക്ക് ഈ കടയിൽ 10 രൂപ, അപ്പുറത്തെ കടയിൽ 15 രൂപ, അതിന്റെ അങ്ങേപ്പുറത്ത് 12 രൂപയാണ്. അപ്പൊ ഇതന്നെ ഒരു നിശ്ചിത ഒരു ഇതില്ലല്ലോ. ഇവര് കൂട്ടായ്മയായിട്ടൊരു നിശ്ചിത ഇത് വെക്കണ്ടേ? അതില്ലാത്ത കാരണം പിന്നെ നമ്മളെ പോലത്തെ ആളുകൾ കിട്ടുന്നത് അത് കഴിച്ചാണ് പോവുക. ചായ കുടിക്കണം, എനിക്കൊരു ചായ കുടിക്കണം എന്ന് തോന്നി.
അപ്പൊ ഇവിടുന്നാണ് ഇപ്പൊ എനിക്ക് കിട്ടുന്നത് 10 റുപ്യക്ക് അവിടുന്ന് കിട്ടും. അതല്ല ഞാൻ അവിടെ തുറന്നിട്ടില്ല, അങ്ങേപ്പുറത്ത് പോകണമെങ്കിൽ ഞാൻ 12 റുപ്യ കൊടുക്കണം. അത് ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടല്ലേ 2 റുപ്യയുടെ പോകണത് ഞാൻ നോക്കൂല, അപ്പൊ ഞാൻ ചായ കുടിക്കും. ഇതാണ് ഇവിടുത്തെ സ്ഥിതി എന്ന് പറയാ, അല്ലാതെ ഒരു നിശ്ചിത വില ആർക്കും ഇല്ല. അത് വേണ്ടതല്ലേ? അതെ, വേണം. അതായത് അത് കൂട്ടായിട്ട് ഇവര് തീരുമാനം എടുക്കണതാണെന്നാണ് ഞങ്ങളും പറഞ്ഞത്. ഞങ്ങൾ സാധാരണക്കാരാ, നമുക്ക് 10 റുപ്യക്ക് വില കുറഞ്ഞ് കിട്ടില്ല, അതല്ല നല്ലത്. പക്ഷെ ഇവിടെ തന്നെ ഉള്ള ഒരു ഭക്ഷണത്തിന്റെ പേരിൽ വലിയ രീതിയിലേക്കുള്ള കൊള്ള നടക്കുന്നുണ്ടെന്ന് സത്യമാണ്. അത് ഉറപ്പല്ലേ? ഇതിപ്പോ ഒരു കാലിച്ചായ തൊട്ടിട്ട് ഇങ്ങനെ തന്നെയല്ല ഇവിടുത്തെ സ്ഥിതി. പല വിലയാണ് സാർ ഇവിടെ. ഇവിടെ തന്നെ ഈ ഹോട്ടലിൽ വ്യത്യസ്തമായിട്ടുള്ള വില, ഒരു നിശ്ചിത വില ഇല്ല. ഏത് സാധനത്തിനായാലും അവരൊക്കെ ഉണ്ടാക്കുന്ന ഒരേ ഇതിൽ തന്നെ അല്ലേ. അപ്പൊ അയാള് പിന്നെ മണ്ണെണ്ണ വെച്ച് പിന്നെ സ്റ്റൗ കത്തിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് ഗ്യാസിന്റെ അങ്ങേപ്പുറത്തും സ്റ്റൗ കത്തിച്ചിട്ട്, എന്നാൽ അവിടെ 12 ഇവിടെ 10. എന്നാൽ ഇയാൾക്ക് വെക്കുന്നുണ്ട്. അവർക്കിപ്പോൾ അത് ഒക്കായിട്ടല്ല ഈ 12 രൂപ നമ്മളിരുന്ന് ഈടാക്കുന്നു. നിത്യം നമ്മൾ കാണുന്ന ആളുകളാണ്, സാധാരണക്കാരാണ് എല്ലാവരും. ഞങ്ങളൊക്കെ സ്ഥിരമായിട്ടുണ്ടാകുന്നത് നമ്മളെ അങ്ങാടിയാണ്. ഒരുമിച്ച് ഒരു വില വേണം, അതായത് വില പ്രദർശിപ്പിക്കണം എന്നുള്ള നിയമം വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഉറപ്പാ, കറക്റ്റാ. വില ഹോട്ടലിൽ സാധാരണ വില വേറെ പട്ടിക പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ആളുകൾക്ക് സൗകര്യമായിരിക്കും. കൂടുതൽ ആളുകൾക്ക് പുറത്തുള്ള സൗകര്യങ്ങൾ വ്യത്യാസമാണല്ലോ. പിന്നെ ഓരോ സ്ഥാപനത്തിൽ പോകുമ്പോൾ അതിൻ്റെ ഫെസിലിറ്റീസിൽ വ്യത്യാസം ഉണ്ടാവും, സൗകര്യങ്ങളിലും ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും. അപ്പം അതിനനുസരിച്ച് വിലയിൽ വ്യത്യാസം ഉണ്ടാവും. വില ശരിക്കും പ്രദർശിപ്പിക്കാമല്ലോ. വില പ്രദർശിപ്പിക്കണം, അതാണ് അതിൻ്റെ ഒരു മര്യാദ. സാധാരണ ഒരു ബിസിനസിന്റെ മര്യാദയാണ് വില പ്രദർശിപ്പിക്കാന്നുള്ളത്. ഈ ഹോട്ടൽ ബിസിനസ് അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിന്റെ ബിസിനസ് ഒക്കെ ശരിക്കും നല്ല രീതിയിലേക്ക് കൊള്ളയടിക്കുന്നുണ്ടോ ജനങ്ങളെ? യാത്ര ചെയ്യുന്ന ആളുകൾ കൊള്ളയടിക്കുന്ന രീതി ഉണ്ടല്ലോ ഇപ്പൊ ശരിക്കും നിലവിലുണ്ടല്ലോ അല്ലേ? അത് പലയിടത്തും ഉണ്ട്. അത് പ്രത്യേകിച്ച് യാത്രക്കാർ കൂടുതലുള്ള ഭാഗങ്ങളിലാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. അത് അംഗീകരിക്കാൻ കഴിയുമോ? അത് അംഗീകരിക്കാൻ കഴിയില്ല. അതായത് ക്വാളിറ്റി അവിടെ തീരെ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. കാരണം ചായ ഒക്കെ കൂടുതൽ വെള്ളം ചേർത്തുള്ള തരത്തിൽ ചായ ഉണ്ടാകും. അപ്പോൾ അതിൽ ചായപ്പൊടി ക്വാണ്ടിറ്റി കുറയും, അപ്പോൾ ക്വാളിറ്റിയും കുറയും. ക്വാണ്ടിറ്റി കുറയുമ്പോൾ ക്വാളിറ്റി കുറയുമല്ലോ, അതാണ് വ്യത്യാസം. തീർച്ചയായിട്ടും 100% പ്രദർശിപ്പിക്കേണ്ടതാണ്. പക്ഷേ ചില ഹോട്ടലുകൾ കാണാറില്ല, അതൊരു സത്യമാണ്. എന്തുകൊണ്ടാണ് അത്തരം രീതിയിലേക്ക് വരുന്നത്? എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും. ചിലപ്പോൾ ഗ്യാസിൻ്റെ വിലവർദ്ധനവും എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്ന ഗ്യാസുകളുണ്ടാവും, ഗ്യാസിൻ്റെ വിലകളുണ്ട്. ഓരോ സാധനങ്ങളുടെ വില വർദ്ധന തന്നെ പ്രധാന കാരണം. അവർക്ക് ഒരു റെഗുലറായിട്ടൊരു വില എഴുതി വെക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും. പെട്രോൾ പമ്പിൽ ദിനം പ്രതി 10 പൈസ 1 പൈസ വെച്ചൊരു കയറി എഴുതി വെക്കുന്നുണ്ട് അവിടെ അല്ലേ? 10 രൂപ കൂടിയാലോ 1 രൂപ കൂടിയാലൊക്കെ എഴുതി വെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്തരം രീതിയിലേക്ക് എഴുതി വെക്കാത്തത്? അത് എക്സ്ക്യൂസസ് അല്ല. നമ്മൾ വിൽക്കുന്ന സാധനത്തിന് കൃത്യമായ വില ബോർഡിൽ വേണം എന്നുള്ള നിർബന്ധം വരേണ്ടതല്ലേ? അത് നമ്മുടെ ഹൈക്കോടതി തന്നെ ഒരു വട്ടം ശരിക്കും അതിൻ്റെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി തന്നെ ഇതിനെ പറ്റിയിട്ട് ഒരു സംവിധാനം പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ നിലവാര പട്ടികകൾ അതാത് സ്ഥാപനങ്ങളിൽ എഴുതി വെക്കണം എന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഹോട്ടലിൽ എന്താണ് അങ്ങനെ? നിങ്ങൾ യാത്ര ചെയ്യുന്ന ആളാണോ? പല സമയത്തും പല ഹോട്ടലുകൾ ബില്ല് കണ്ട് ഞെട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് അവർ തരുന്ന ബില്ല് ഒരു ഹോട്ടലിൽ നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ഒരു ബക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ വിലകൾ നമ്മൾ പേശാറുണ്ട്. ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വില നമ്മൾ പേശാറില്ല. അവർ പറയുന്ന വില നമ്മൾ കൊടുക്കാറാണ് ആ ബില്ലിലുണ്ട്. അവിടെ നമ്മൾ ഒരു മാർജിനും ചെയ്യാറില്ല. വേറെ ഏത് സ്ഥാപനത്തിൽ കയറി കഴിഞ്ഞാലും ഡ്രസ്സ് എടുക്കണമെങ്കിലും നമ്മളവിടെ ആ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വില ഡിസ്കൗണ്ട് ഉണ്ടോ എന്നൊരു അന്വേഷണം ഉണ്ടായിരിക്കും. പക്ഷെ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ സംവിധാനം നമ്മൾ ഒരു മലയാളിയും ചോദിക്കാറില്ല എന്നുള്ളതാണ്. ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ശരിക്കും ഹോസ്പിറ്റലിൽ കയറിയ പോലെയാണ്, വരുന്ന ബില്ല് കെട്ടണം. തീർച്ചയായിട്ടും അല്ലേ? അതൊരു സത്യമായ ഒരു ഇതാണ്. കാരണം അവർ പറയുന്ന ബില്ലാണ് നമ്മൾ അടക്കുക, ഒരു സംശയമില്ല കാര്യത്തിൽ. അതിൽ GST ഉണ്ട്, പല സംവിധാനങ്ങളും. പക്ഷെ നമ്മളാരും നോക്കാറില്ല എന്നുള്ളതാണ് ഒരു സത്യം. സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവരൊക്കെ ഇടപെട്ട് അവർ മധ്യസ്ഥതയിൽ തീർന്നതാണ്. അത് വീണ്ടും ഇങ്ങനെ ഈ പത്രമാധ്യമങ്ങൾ കൂടെ ഇങ്ങനെ വീണ്ടും പ്രചരിപ്പിച്ച് ഈ നാടിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പ്രവണത ഈ മാധ്യമ രംഗത്ത് ഒരിക്കലും മോശമാക്കി ചിത്രീകരിക്കുന്ന പ്രവണത ഇല്ല. നിങ്ങൾ പറയുന്ന പോലെ കുറ്റിപ്പുറത്തെ മോശമാക്കി ആരും ചിത്രീകരിച്ചിട്ടില്ല. വില കൂടുതലാണോ കുറവാണോ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അത് കച്ചവട സ്ഥാപനത്തിന്റെ സംഭവമാണ്. ഞാൻ നിങ്ങളോട് കൃത്യമായി ഈ സ്ഥാപനം അറിയുന്ന രീതിക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കാം. അവിടെ വർക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ അവിടെ ഇപ്പൊ അടി കൊടുത്ത ആള് ഇപ്പോഴും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ എന്തുകൊണ്ട് ഈ രീതിയിലേക്ക് മോശമായി ചിത്രീകരിക്കുന്നു പറയുമ്പോൾ അതിനെന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? അവരെ താൽക്കാലികം മാറ്റി നിർത്തേണ്ടതല്ലേ? ഒരാളെ അടിച്ച കേസിൽ ഉള്ള ഒരു വ്യക്തിയെ മാറ്റി നിർത്തേണ്ടതല്ലേ? നിങ്ങളുടെ സ്ഥാപനത്തിൽ കയറിയിട്ട് എന്നെ അടിക്കുവാണ്,
നിങ്ങൾ എന്ത് പറയും? ഇതാ മോനെ, ഞാൻ ഇയാളെ മാറ്റി നിർത്തിയേക്കാം, അത് തൽക്കാലിക ശമനം ചെയ്യേണ്ടതല്ലേ? അല്ല, അത് അവരെ ആ സ്ഥാപനത്തിന്റെ ഉടമ എന്നോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. അല്ല, കുറ്റിപ്പുറത്തെ മോശമാക്കി നിങ്ങൾ പറയുമ്പോൾ കുറ്റിപ്പുറത്തെ മോശമാക്കുന്ന രീതിയിലേക്കുള്ള സംഭവങ്ങൾ അവിടെ നടക്കുമ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതാണ്. എന്നോട് ചോദ്യം ചെയ്ത അതേപോലെ. അതെ, അതൊരു സ്ഥാപനത്തിലെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നാട്ടുമധ്യസ്ഥയിൽ പറഞ്ഞു തീർത്ത് പോലീസിന്റെ ഭാഗത്തുനിന്നും അതിന് വേണ്ടിയിട്ടല്ല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്ത് അത് തീർന്ന പ്രശ്നങ്ങളാണ്. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മെയിൻ കാരണങ്ങൾ ഈ മാധ്യമ പ്രവർത്തകരാണെന്ന് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു. അപ്പോൾ അവിടെ ഈ മർദ്ദിച്ച ആളൊക്കെ ഇപ്പൊ വീണ്ടും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നമാണ്. മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നമല്ല, നല്ല മാധ്യമ പ്രവർത്തകർ ഈ നാടിന് വേണ്ടിയിട്ട് പലവും ചെയ്യും. ഇത് നിങ്ങൾക്ക് ഈ മാധ്യമത്തിന് കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്തുകൊണ്ട്. ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കാം. അമിത ബില്ല് ഈടാക്കുന്ന ഹോട്ടലുകൾ പല ആളുകളോട് ഉണ്ട്. നിങ്ങളാണ് ഈ മീനും ചോറിന്റെ വിഷയം എൻ്റെ അടുത്ത് എടുത്തിട്ടത്. ഞാൻ ചോദിച്ചതല്ല നിങ്ങളോട്, ആണോ? നിങ്ങൾ പറഞ്ഞതാ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അധികമായിട്ട് പണം ഈടാക്കുന്ന ഹോട്ടലുകൾ ഉണ്ട്, അവിടെ വില എത്രയാണെന്ന് വെക്കേണ്ടതല്ലേ? അത് വിലയുടെ പട്ടിക വെക്കേണ്ടത് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അത് പ്രദർശിപ്പിക്കാത്തതിൽ തെറ്റ് തന്നെയാണ്. അത് അവിടെ വ്യാപാരി വ്യവസായമായിട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്. എന്നോട് അറിയില്ല, ഞാനൊരു പൊതു കാര്യം പറഞ്ഞെന്നുള്ളൂ. ഞാനത് പറഞ്ഞോളൂ. അത് കുറ്റിപ്പുറത്തെ മോശമാക്കി എന്ന് പറയേണ്ട ആവശ്യമില്ല. അല്ല, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ഈ നാടിന് മറ്റുള്ള സ്ഥലങ്ങളിൽ മോശമായിട്ട് ചിത്രീകരിക്കല്ലേ? അത് നാട്ടുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ അതിന്റെ പ്രതിഷേധം. കുറ്റിപ്പുറത്തെ ആളുകൾ മോശമാണെന്ന് ഒറ്റ വീഡിയോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഇവരിങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പിന്നെ വാർത്തകൾ വരില്ലേ? നിങ്ങൾ കുറ്റിപ്പുറം എന്ന് പറയുന്നത് ഫേമസ് ആവുമല്ലേ? ഫേമസ് ആവുകയാണ്, പക്ഷെ അവർ മോശമായിട്ട് ചിത്രീകരിച്ചിട്ട് ഫേമസ് ആക്കരുതല്ലോ. അതാണ് ഞാൻ പറഞ്ഞുള്ളൂ. തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കേണ്ടത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ അതിനൊരു മാറ്റം വരേണ്ടതുണ്ട്. പിന്നെ വില നിലവാര പട്ടിക തയ്യാറാക്കണം, എന്നാലും ജനങ്ങൾ അതിനൊരു ബോധവൽക്കരണം കൂടിയാണത്. അതിനെ പറയാം. ചോറും മീനും ഉള്ള സംഭവത്തിൽ അവിടെ അടിച്ച ആളുകൾ അവിടെ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് ശരിക്കും നിയമത്തോട് അല്ലെങ്കിൽ ആ അടി കൊണ്ട ആളോടുള്ള വെല്ലുവിളിയല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതിനും നിയമപാലകർ അതിന് നടപടി എടുക്കേണ്ടതായിരുന്നു, അതും അവിടെ കണ്ടില്ല. കേരളത്തിലെ എല്ലാ ഹോട്ടലുകളിലും വില നിലവാര പട്ടിക നിർബന്ധമാക്കി ഒരു നിയമം വരണം. കാര്യം ഇന്ന് അത് നിലവിലുണ്ട്, പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് വരണം. ഇല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ നെഞ്ചത്തടിക്കുന്ന രീതിയിലേക്ക് പലരും ഇനിയും ബില്ലെഴുതി കൊടുക്കും. നന്ദി, നമസ്കാരം.